ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു യോഗ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ പാറ്റേൺ വരച്ചു വെച്ചിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാവേ. നല്ലൊരു വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ 14 ഇഞ്ചസ് ആണ് യോക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ നോർമലി യോക്ക് എടുക്കുന്നത് 14 അല്ലെങ്കിൽ 15 ആയിരിക്കും കേട്ടോ. അത് ഓരോരുത്തരുടെയും അളവ് എത്രയെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ നോർമലി 14 ആണ് എടുക്കുന്നത്. അപ്പോൾ 14 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. യോക്കിൽ നിന്ന് മേളിലോട്ട് നമ്മുടെ നെക്ക് സൈഡിലോട്ടാണ് ഈ വർക്ക് വരുന്നത്. 4 ബ്രാഞ്ചസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ചെറിയ ബ്രാഞ്ചും മേളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ നമ്മുടെ നെക്കിന്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ചെറിയ ബ്രാഞ്ച് പോലെയും പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ സിംഗിൾ ലീഫായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് വരുന്ന ഡോട്ട്, നമുക്ക് ഈ സ്പേസ് ഫുള്ളും ഞാൻ ഡോട്ട് ഇട്ടേക്കുന്നില്ലേ, അവിടെ ഫുള്ളും നമുക്ക് കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ. ഈ ഒരൊറ്റ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ യോഗ് ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാവേ. എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് 4 ബ്രാഞ്ചാണ് വരച്ചിരിക്കുന്നത്. ആ ഓരോ ബ്രാഞ്ചിൽ നിന്നും ചെറിയ ബ്രാഞ്ചസ് മേളിലോട്ട് പോകുന്നുണ്ട്. ഞാനിത് മെറ്റീരിയലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതുപോലെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോഗ് സൈഡിൽ നിന്നും കറക്റ്റ് 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. യോഗ് സൈഡിൽ നിന്നും ഇതുപോലെ ഒരു ബ്രാഞ്ച് വരച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ബ്രാഞ്ച് വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റെം ചെയ്ത് പോവുകയാണ് വേണ്ടത്. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് പോരുവാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മുടെ ബ്രാഞ്ചസ് ഫുള്ളും കട്ട് ബീഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ചെയ്യാം കേട്ടോ. 3 കട്ട് ബീഡ് വീതം ലീഫ് ചെയ്ത് പോരുന്നതേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു ബ്രാഞ്ച് ഫുള്ളും നമ്മൾ ഇതുപോലെ ലീവ്സും ചെറിയ ബ്രാഞ്ചസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നെക്സ്റ്റ് ബ്രാഞ്ചസ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബ്രാഞ്ചിന്റെ ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വരുന്ന ഭാഗമില്ലേ, ഇവിടെ നമുക്ക് കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് സ്പ്രെഡിങ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യോക്കിൽ 4 ബ്രാഞ്ചസ് ആയിട്ടാണ് വരുന്നത്. ആ 4 ബ്രാഞ്ചിൽ നിന്നും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് മേളിലോട്ട് നെക്ക് വരെയും പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് ഫുള്ള് നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി ഫുള്ള് വരുന്നത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത്. 4 ബ്രാഞ്ചസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വലിയ ബ്രാഞ്ചസും അതിന് ചെറിയ ചെറിയ ബ്രാഞ്ചസും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രാഞ്ചസിൽ 3 ലീവ്സും 4 ലീവ്സൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ. നല്ല വൈഡ് ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.